നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് ഓട്ടിസം, നമുക്ക് എപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, വീട്ടിൽ പാരൻസിന് തന്നെ നമുക്ക് ഓട്ടിസം കുഞ്ഞിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കുറച്ചൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓട്ടിസം എന്ന് പറയുന്നത് നമുക്കൊരു ന്യൂറോ ഡിസോർഡർ എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഇത് നമുക്ക് പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ പീരീഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം നമുക്ക് എപ്പോഴാണ് സ്കാനിങ് ആ ടൈമിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കും കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത്. ബട്ട് ഓട്ടിസം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കാനിങ്ങിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഉള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം അല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് ഒരു 5 വയസ്സൊക്കെ ആവുന്ന സമയത്താണ്. കാരണം കുഞ്ഞ് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതാണ് ചെയ്യുന്നത്. അവൻ്റെ കാര്യങ്ങൾ എന്ത് വേണം എന്ന് വെച്ചാൽ അവൻ ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്, വെർബലി ഒന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു 5 ഇയർ ഒക്കെ ആവുന്ന സമയത്താണ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. മേ ബി അത് ഓട്ടിസത്തിൻ്റെ ലക്ഷണമായിരിക്കാം. പക്ഷേ നമുക്ക് ഈ ഓട്ടിസം ഒരു 1-1.5 വയസ്സിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ നോർമലി തന്നെ ഇപ്പോൾ ഏറ്റവും നമുക്ക് എല്ലാ ഡെവലപ്മെൻറ്റ്സും നമുക്ക് കുഞ്ഞുങ്ങളിലെ ഓരോ മാസത്തെയും അല്ലെങ്കിൽ 2 മാസം വെച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് മസ്റ്റായിട്ട് പാരൻസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിന് ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 1-1.5 വയസ്സായിട്ടും കുഞ്ഞ് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഓട്ടിസത്തിൻ്റെ ലക്ഷണമായിരിക്കാം. മാത്രമല്ല കുഞ്ഞ് തനിയെ ഇരുന്ന് കളിക്കുവാണ്, അവന് പിയർ ഗ്രൂപ്പുമായിട്ട് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നതാണ് ഇൻട്രസ്റ്റ്, അതും ചിലപ്പം ഓട്ടിസത്തിൻ്റെ ലക്ഷണമായിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പാരൻസ് വീട്ടിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിലെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറയാം. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ ഉണ്ടായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇവർ ഒരു പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല. 2, കമ്മ്യൂണിക്കേഷൻ. നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇവർ വ്യത്യാസം കാണിക്കും. അതായത് നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുവാണെങ്കിൽ ഇവർ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാറില്ല, ഐ കോണ്ടാക്റ്റ് തരാറില്ല. ഇതും ചിലപ്പം ഓട്ടിസത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനോട് പേര് ചോദിക്കുവാണെങ്കിൽ, എന്താണ് പേര് അല്ലെങ്കിൽ വാട്ട്സ് യുവർ നെയിം നമ്മൾ ചോദിക്കുവാണെങ്കിൽ തിരിച്ച് ആ കുഞ്ഞ് ആ പേര് പറയുവാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം ആ കുഞ്ഞ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ബട്ട് ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ നമ്മൾ എന്താണ് പേര് അല്ലെങ്കിൽ വാട്ട്സ് യുവർ നെയിം ചോദിച്ചാൽ തിരിച്ച് എന്താണ് പേര് എന്നുള്ളൊരു ഉത്തരവായിരിക്കും നമുക്ക് തരുന്നത്. അതിന് നമ്മൾ എക്കോലാലിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ചില കുഞ്ഞുങ്ങൾക്ക് ഈറ്റിംഗ് ഭയങ്കരമായിട്ട് അൺയൂഷ്വൽ ഈറ്റിംഗ് ബിഹേവിയർ നമുക്ക് കാണാം. അതായത് നമുക്ക് വിശപ്പ് പോയിരുന്നാലും ഇവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ആ ഒരു ഇതിലോട്ട് ഫുഡിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ചില കുഞ്ഞുങ്ങളിൽ കാണിക്കാം. അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചിലവരുടെ ഭയങ്കര ഇറിറ്റേറ്റീവ് ബിഹേവിയർ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുവാണ്, അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഓർഡറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീടും ആ സെയിം ഓർഡറിൽ തന്നെ വേണം എന്നുള്ളൊരു വാശി ഇവർ ചിലപ്പോൾ കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ആ ഓർഡർ മാറിക്കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട് ഒക്കെ ഇവർ നമുക്ക് കാണിക്കും. ചില കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. അതായത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടേബിളിൽ കയറുക, ജനലിൽ കയറുക, അതൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞാലും അവർ മനസ്സിലാവത്തില്ല. ബട്ട് ആ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ചില കുഞ്ഞുങ്ങളിലും ഒരു റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്, അതായത് ഇവർ ചിലപ്പോൾ വോയിസ് ആയിരിക്കും, ഇവരെന്ത് കാര്യം ചെയ്യുമ്പോൾ ഇവർക്ക് ഇറിറ്റേറ്റഡ് ആകുമ്പോഴും ഇവർ വോയിസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ലൗഡ് വോയിസ് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും നമുക്കൊരു ഓട്ടിസത്തിൻ്റെ ലക്ഷണത്തിൽ പെടുത്താവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇതൊരു കോമൺ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ പാരൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ
ഇതിന് വേണ്ടിയിട്ടുള്ള ഏർലി ഇൻ്റർവെൻഷൻ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഓട്ടിസം എന്ന ആ ഒരു ഓട്ടിസത്തിന് നമുക്കൊരു ഗ്രേഡുണ്ട്, അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അങ്ങനെ. അപ്പോൾ ഒരു മൈൽഡ് ലെവലിലാണ് കുഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചൊന്നും കൂടി നമുക്ക് താഴ്ത്തി അതല്ലെങ്കിൽ ആ ഒരു ലെവൽ വീണ്ടും കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആണെങ്കിൽ നമുക്കൊരു മൈൽഡിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ കഴിവതും ഒറ്റയ്ക്ക് ഇരുത്താണ്ട് നമ്മൾ കൂടി ആ ഒരു പ്ലേയിലായിരുന്നാലും അല്ലെ എന്തിലായിരുന്നാലും നമ്മൾ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് കൂടുതലായിട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും ജോലിയുള്ള അമ്മമാരായിരിക്കും, ബട്ട് നമ്മൾ കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനത്തെ ഓട്ടിസം കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇരിക്കുക, ഇവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് ആൾക്കാർ, ഈ ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച്, അതുപോലെ ഇൻ്റർവെൻഷൻ കൊടുക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും നമുക്ക് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഓട്ടിസം കുഞ്ഞുങ്ങൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ, അതായത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. താങ്ക് യു.